നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ശാശ്വതികാന്ത സ്വാമിയുടെ ചരമദിനമാണ് ജൂലൈ 1. ആ മഹാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ആളാണ്. എങ്കിലും ചില നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുമ്പോൾ എല്ലാ അനീതിക്കെതിരെയും പൊരുതേണ്ടി വരുന്നു. അങ്ങനെ പൊരുന്ന കൂട്ടത്തിലാണ് ഈ ഇസ്ലാം മതം കയറി വരുന്നത്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ഒരു മതമാണ് ഇസ്ലാം. അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന മാറ്റിയപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുത്തുന്ന ഒരു മതമാണ് ഇസ്ലാം മാറിയിട്ടുണ്ട് ഈ ആധുനിക യുഗത്തിൽ. ഒറ്റ ഉദാഹരണം, ഞാൻ ഇന്നലെ പറഞ്ഞു, വിഡ്ഢികൾക്കും മണ്ടന്മാർക്കും നമ്മൾ ഉത്തരം പറയാറില്ലെന്ന്. പക്ഷേ എങ്കിൽ PC ജോർജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എന്താണ് PC ജോർജ് പറഞ്ഞത്? ബുദ്ധിയുള്ള നിങ്ങൾ കേൾക്കുക, പഠിക്കുക. നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻ അനുകൂലമല്ല, അതിൽ ഒരു സംശയമില്ല. നമ്മൾ ഇന്ത്യക്ക് അനുകൂലം തന്നെയാണ്, ഇന്ത്യ തന്നെയാണ് നമ്മുടെ മാതാജി, എന്ന് ഒരു സംശയം, നോ ഡൗട്ട് അറ്റ് ആൾ. പക്ഷേ നീതി എന്ന് പറയണ്ടേ? പാകിസ്ഥാനും ഇന്ത്യയും കൂടി കളിക്കുമ്പോൾ പാകിസ്ഥാനിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് മുസ്ലിങ്ങൾ മലപ്പുറത്ത് പറഞ്ഞെന്നാണ് ഈ മഹാവിഡ്ഢി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടായി സാധ്യതയില്ല, നീ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്താണ് ഇപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അല്ലേ? നമുക്ക് വിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. മനസ്സിലാക്കണം, ഒരു സ്ഥലത്ത് വിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, അതിൻ്റെ എതിരാണ് വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു എന്ന് പറഞ്ഞത്, അത് ദുഃഖത്തിൻ്റെ ഭാഗമല്ല. അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു കഴിവുള്ളതാണെന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കുമ്പോഴല്ലേ? അല്ല, നമ്മൾ അപകടത്തിൽപ്പെട്ട് അള്ളാഹു പറയും. അപ്പോൾ പാകിസ്ഥാന് വിക്കറ്റ് പോയെങ്കിൽ നമ്മൾ സന്തോഷിക്കണത്. അങ്ങനെ സന്തോഷം വരുമ്പോൾ അല്ലേ പൊന്ന് വിഡ്ഢി കോതേ അള്ളാഹു പറഞ്ഞത്. ഇതുപോലെയാണ് അർത്ഥം അറിയാതെ കുട്ടികൾ വീട്ടിൽ നിന്ന് കാശ് ചോദിച്ചു ടേബിൾ വിവരമില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ പരിജ്ഞാനമില്ലാത്ത രക്ഷാകർത്താവ് പൈസ കൊടുത്ത് ടൈം ടേബിൾ എന്തിനാണ് സാധിച്ചു? അത് സ്കൂളിലെ സിലബസിൻ്റെ പാഠഭാഗം ഇത്ര ടൈം നിശ്ചയിക്കുന്ന സ്ഥലമല്ലേ? പക്ഷെ ഭാരതന്മാർക്ക് അറിയില്ല, അതുകൊണ്ട് കാശ് കൊടുത്ത്. അതുപോലെയാണ് ഈ വിഡ്ഢി കോതക്ക് ഇസ്ലാം അറിയില്ല, മുസ്ലിം അറിയില്ല, കൊന്തും അറിയില്ല. എന്നിട്ട് പറയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ മലപ്പുറത്തെ മുസ്ലിങ്ങൾ അള്ളാഹു ഒക്കെ പറയുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, അങ്ങനെ ഒരിക്കലും മുസ്ലിം പറയില്ല. നമ്മൾ അയൽവക്ക രാജ്യം മുസ്ലിമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യം മാതൃരാജ്യം ഇന്ത്യയുടെ നമുക്ക് താല്പര്യമുള്ളൂ. ഇനി അഥവാ പറഞ്ഞെന്ന് വിചാരിക്കട്ടെ, ഭംഗിയവർ പറഞ്ഞാൽ അവിടെ എന്താ തെറ്റ്? അമേരിക്ക നമുക്ക് വിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, നമ്മുടെ രാജ്യമാണ്. ഈ ശത്രു രാജ്യത്തിന് വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ശത്രു രാജ്യത്ത് വിക്കറ്റ് പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ സന്തോഷിക്കൊണ്ടല്ലേ അള്ളാഹു അക്ബർ പറഞ്ഞത്? അല്ലെങ്കിൽ അള്ളാഹു അക്ബർ പറയുമോ? വാട്ട് ഈസ് മീൻ ബൈ അള്ളാഹു അക്ബർ? അള്ളാഹു ഉന്നതനാണ്, വലിയവനാണ്, ശക്തിയാണെന്നൊക്കെ അർത്ഥമുള്ളൂ, വേറെ ഒന്നും അർത്ഥമില്ല. അല്ല, മറ്റ് ജാതികൾ നശിച്ചുകൊണ്ടിരുന്ന അർത്ഥമില്ല. അതാണ്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ഈ കഴുതകളുടെയൊക്കെ വാക്ക് കേട്ട് ഉത്തരം തുള്ളത് BJP സുഹൃത്തുക്കളെ, സംഘപരിവാറെ, നിങ്ങൾക്ക് കുറേ കോമൺ സെൻസ് ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് ധരിക്കുക? അതുകൊണ്ട് എന്താ പാർട്ടി ഉണ്ടാവുമോ? നിങ്ങൾ ഞങ്ങൾക്ക് ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞത് BJP നശിക്കാൻ പാടില്ല ഞാൻ പറയുന്നത്, സംഘപരിവാർ നശിക്കാൻ പാടില്ല. കാരണം ഒരു പ്രസ്ഥാനം അതൊക്കെ. പക്ഷേ നിങ്ങൾ നശിക്കാതെ പണിയാണ്. ഇപ്പം നിങ്ങൾ നിലമ്പൂരിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തി. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഇന്നൊരാളെ അന്ന് തന്നെ മെമ്പർഷിപ്പ് കൊടുത്ത സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന് വോട്ട് കുറഞ്ഞില്ലേ? ഒരു കണക്ക് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ 3 വോട്ടേ കുറഞ്ഞ്, അല്ലെങ്കിൽ 40% വോട്ടേ കുറഞ്ഞ് വോട്ട്. അത് പിന്നെ സുരേന്ദ്രൻ നിന്നാണ്. അതിന് മുമ്പ് കിട്ടിയ വോട്ടും അത്ര മുമ്പ് കിട്ടിയില്ലല്ലോ. പക്ഷേ നിങ്ങൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടിയില്ലേ? അപ്പോൾ ഏതാണ്ട് 12-13% ഉണ്ടെങ്കിൽ 10-25,000 ക്രിസ്ത്യാനികളില്ലേ? അതിൽ 1000 വോട്ടിലും കിട്ടണ്ടേ? ഒരു വോട്ടിലും കിട്ടിയോ? ഈ നിന്ന സ്ഥാനാർത്ഥി വോട്ടുകൾ കിട്ടിയ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ LDFനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്കാരെല്ലാം കോൺഗ്രസ് വോട്ട് ചെയ്തതാണ്. അതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നത് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സത്യം അറിയാതെ പറയരുത്. അതുപോലെ ഒരു ABC ചാനലുണ്ട്,
ഞാൻ പറഞ്ഞു ആ ABC ചാനലിലെ മഹാന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ കേരള കൗമുദി നമ്മുടെ മണിസാർക്ക് ഇരിക്കുന്നതാണ്. അത്ര പ്രചാരമുള്ള പത്രമാണ്. മനോരമയെക്കാളൊക്കെ സ്റ്റാൻഡുള്ള പത്രമാണ് കൗമുദി. പക്ഷേ മനോരമ ബിസിനസ് ലെവലിൽ പോയി, കൗമുദി അങ്ങനെ പോയില്ല, മാധവി അങ്ങനെ പോയില്ല. ആ കൗമുദിയിൽ എൻ്റെയൊക്കെ വാർത്ത വളരെ പ്രാധാന്യം കൊടുത്തിരുന്നതാണ്. ഒരു 7 വർഷം മുൻപ്, ഈ കൊറോണയ്ക്ക് മുമ്പ് എന്നെ വാർത്ത പറ്റില്ല. ഞാൻ അവസാനം ചെന്ന് എറണാകുളത്ത് MG ഒരു ഓഫീസിൽ ഞാൻ ചെന്ന് ചോദിച്ച്, എൻ്റെ സുഹൃത്ത് എന്താണ് എന്നെ ബോയ്ക്കുട്ടിയാണ്? അത് പറയില്ല. പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് മൊയ്തീൻ ഷാ എന്നൊരു കോതങ്ങളത്തെ പയ്യുണ്ട്, അവ പീഡിപ്പിക്കാനാണ്. ഇനി ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. അതല്ലെന്ന് മനസ്സിലാപ്പെടുക വർഗീയവാദിയായി. ഒരു RSS വർഗീയവാദി പിന്നെ മൊയ്തീൻ ഷാ പ്രോത്സാഹിപ്പിക്കുമോ? ഞാൻ പിന്നെ പോയില്ല അങ്ങോട്ട്, എൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ആ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, ന്യൂയോർക്കിലെ മേയർ ആരായിരുന്നാലും നമുക്ക് വലിയ ഗുണമില്ല. അതൊരു അന്യരാജ്യമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മേയർമാർ നന്നായിക്കോല. ആ മേയർ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ട് പറഞ്ഞറിയോ, അയാൾ പറഞ്ഞ് ഞാൻ വളരെ കുലങ്കഷമായി അവർ ഓരോ ചല്ലും മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് മനസ്സിലാക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, സമ്പന്നിൽ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങിക്കുമെന്നാണ്. അത് ടേപ്പ് ചെയ്ത് റെക്കോർഡ് ഡേയിലുണ്ട്. പക്ഷെ അത് ABC വരുമല്ലോ, വെള്ളിക്കാലിൽ നിന്ന് കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത്. എവിടെ പോയത്? ഒരാൾ പറഞ്ഞു, അയാൾ ശ്രദ്ധിച്ചത് കറുത്ത എന്തുവാണെന്ന് പറഞ്ഞു. കറുത്ത എന്ത് സാധനം ശ്രദ്ധയുണ്ട്. വേറൊരുത്തൻ പറഞ്ഞറിയോ, അയാൾ കാക്കയെ പോയെന്തോ കറുത്ത സാധനം ശ്രദ്ധിച്ചു പറഞ്ഞു. അത് മൂന്നാമത് ചെന്നപ്പോൾ അയാൾ കാക്കി ശ്രദ്ധിച്ചതായി, വ്യത്യാസം പോയി. അപ്പോൾ ഈ മേയർ പറഞ്ഞ റിപ്പോർട്ട് അവരുടെ ബയോഡേറ്റ അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെക്റ്റിൽ പറയുന്നത്, സമ്പന്നന്മാരിൽ നിന്നും നികുതി കൂടുതൽ വാങ്ങും, എന്നിട്ട് അത് പാവപ്പെട്ട് കൊടുക്കും. പാവപ്പെട്ട് എങ്ങനെ കൊടുക്കണേ? വാടക, ഭയങ്കര വാടകയാണ്. 5000-6000 ഉണ്ടെന്നാണ്. അപ്പോൾ അത് വാടക കുറക്കും. പിന്നെ ബസ് യാത്ര ഫ്രീ ആകും. പിന്നെ അവിടെ എല്ലാവരും 2 കൂട്ടം ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ അന്വേഷിക്കാൻ ക്രഷൊക്കെ ആണല്ലേ, സ്വകാര്യമാണ്, ഭയങ്കര ചാർജാണ് അവിടെ. അമേരിക്ക അറിയാലോ. അപ്പോൾ അത് ഭയങ്കര ചാർജാകുമ്പോൾ മുതലാവില്ല. അത് ക്രഷ് സർക്കാർ നടത്തും. പിന്നെ വീട് വയ്ക്കാനുള്ള ആനുകൂല്യം ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇളകി. സായിപ്പേണ്ട കാര്യം അവർ വിവരമല്ലോ അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഇന്നൊരു ക്രിസ്ത്യൻ ചാനൽ പറഞ്ഞ് അവിടെ കത്തോലിക്ക സഭ, മറ്റേ സഭ, മറച്ച സഭയും ചേർന്ന് പിന്നെ ഹിന്ദുക്കളും മുഴുവൻ ക്രിസ്ത്യാനിയും ചേർന്ന് ഇയാൾ തോൽപ്പിക്കുകയാളെന്ന് പറയും. ആയിക്കോട്ടെ, നമുക്ക് അയാൾ തോറ്റാലും പ്രത്യേക സന്തോഷമില്ല, ജയിച്ചാലും പ്രത്യേക വിരോധമൊന്നുമില്ല. അത് അവരുടെ കാര്യമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? നമുക്കെതിരെ വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു പോളിസി ഉണ്ട്. അതൊരു ഫിലോസഫിയാണ്. പക്ഷേ ഇവിടെ നിന്നില്ല, സത്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു വരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഇത് പറഞ്ഞല്ലേ, നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, ആ സിനിമയുടെ പുസ്തക രൂപത്തിലാക്കി, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അത് പുസ്തക രൂപമായിട്ട് ഡൽഹി മുഖ്യത് ഉദ്ഘാടനം ചെയ്ത്. അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഭാഷയൊക്കെ എന്നറിയോ, യാതൊരു പൊരുത്തരുത്ത. അന്ന് അതിൽ ഒരു MP പറഞ്ഞത്, മലപ്പുറത്ത് വിവാഹപ്രായം കുറക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് ശ്രമിച്ചു എന്ന്. ഒരു ജില്ലയ്ക്ക് വേണ്ടിയൊന്നും നിയമം മാറ്റാൻ പറ്റുമോ? അതാണ് നമ്മൾ പറഞ്ഞില്ലേ, ബസ്സിൽ നമ്മൾ പാട്ട് നിരോധിക്കാതെ ഇപ്പോഴേ അത് സ്റ്റേറ്റ് വിൽ നടക്കേണ്ട കാര്യമല്ലേ, അതുപോലെ പറ്റില്ല. അപ്പം നോണം മാത്രം പറഞ്ഞാൽ മതി. നോണം മാത്രം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ മറ്റേ ജിഹാദ് എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിലെ അച്ഛന്മാരോടൊക്കെ ചോദിക്കാണ്ട്, ഇപ്പോൾ ഹിന്ദു സമുദായം ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു മേത്തൻ വന്ന് കയ്യും കണ്ണും കാണിച്ചാൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള വിവരമാണോ ഈ ക്രിസ്തീയ ഹിന്ദു സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക്? മറ്റ് ഏതൊരു സമുദായത്തേക്കാൾ ഒപ്പമോ ഒരുപടി മുന്നിലാണ് ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും. ആ വിദ്യാഭ്യാസ വിവേകളാ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു താടിക്കാരൻ കാക്ക വന്നിട്ട് കൈയും കണ്ണും കാണിച്ച പൂവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇത്രയേക്കാൾ വലിയ കൊച്ചാക്കാൻ വേണ്ടിയുണ്ടോ? ഇതേക്കാൾ നാശം ഉണ്ടാവുമല്ലോ. അതെന്തേ നമ്മൾ ഈ ഹിന്ദു നേതാക്കളും ഈ ക്രിസ്ത്യൻ നേതാക്കളൊക്കെ മനസ്സിലാക്കാത്തത്? നിങ്ങൾ മക്കളെക്കുറിച്ച് മോശം പറയല്ലേ, മോശം പറയിപ്പിക്കല്ലേ? അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്യാവോ? ഞാൻ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു സുഹൃത്തുണ്ടായത്, ഞാൻ പേര് വന്നില്ല. ആ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ്, ചേട്ടൻ്റെ മോൾ അവിടെ മറ്റൊരായിട്ട് ഇങ്ങനെ കോടാഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആ ബുദ്ധിമാനെ അച്ഛൻ എന്ന് പറയും, ഒരു കർഷകനാണല്ലോ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ബുദ്ധിയുണ്ട്. നിർത്തിയിട്ട് എൻ്റെ മോളല്ലാന്ന് പറയും. അല്ലെ എൻ്റെ മോളെ മധ്യസ്ഥാനത്തെ കാശ് വാങ്ങിക്കണോ?
അതിനെക്കൊണ്ട് നാറ്റൊക്കെ വേറെ ഉണ്ടോ? അതുപോലെയാണ് നിങ്ങൾ ഈ ക്രിസ്തീയ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ഇത്ര മോശമായി ചിത്രീകരിക്കില്ലേ? അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്, അനീതിയാണ്. എന്ന് വെച്ചാൽ ഇത്രയും വിവേകവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ ഏതൊരു മേത്തിൽ വന്ന് കണ്ണും കൈ കാണിച്ച് അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ വിവേകവും അല്ല. അപ്പോൾ നുണയാണ് പറയുന്നത്. എല്ലാ ആക്ഷനും റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഓരോന്നിനും ഇതുണ്ട്. അതുകൊണ്ട് തകർന്നു പോകാല്ലേ. ക്രിസ്ത്യൻ ഇപ്പം ഇന്ന് ഒരു സംഗീതകാരൻ പറഞ്ഞത് അധിനിവേശം, മുസ്ലിങ്ങളെല്ലാം അധിനിവേശക്കാരാണ്, അധിനിവേശം നടത്താൻ ശ്രമിക്കണം. പൊണ്ണ് ക്രിസ്തങ്കി നേതാക്കളെ, ബ്രിട്ടനും അമേരിക്ക എന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലേ ലോകം മുഴുവൻ കൈയടിക്കുക. അധിനിവേശം ചെയ്ത് കൈവശപ്പെടുത്തിയത് അവരല്ലേ? അത് നിങ്ങൾ പറയാതെ ഇപ്പോൾ ഏതോ ഒരു മുസ്ലിം തെണ്ടി തിരിഞ്ഞ് ന്യൂയോർക്കിൽ വന്നപ്പോൾ എങ്ങനെയോ ചാൻസ് കിട്ടി, അദ്ദേഹം സ്ഥാനാർത്ഥി, ഇപ്പോൾ മേയറായിട്ടില്ല, സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. അപ്പോൾ ഇതേ കണ്ടോ അധിനിവേശം തുടങ്ങി മുസ്ലിങ്ങൾ. എന്തിനാണ് ഈ പറയുന്നത്? ഞാൻ മുസ്ലിങ്ങളെ പുകഴ്ത്തിപ്പാടേണ്ട കാര്യം എനിക്കില്ല, എങ്കിലും പറയുമ്പോൾ കുറേ ലോജിക്കും സത്യമൊക്കെ വേണ്ടേ. എന്നിട്ട് ഒരു കാര്യവും ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാം, അത് ഈ മുസ്ലിം നാമധാരികളായ ഗ്രൂപ്പുകാരോടാണ്. നിങ്ങൾ സുന്നി മുജാഹിദ് ജമാഅത്തും ഒക്കെ കളിച്ച് എവിടെ എത്തിയെന്ന് അറിയാലോ. എന്നാൽ ഇപ്പോൾ ഇറാന് ഇസ്രായേലിൽ അടിച്ച് ഇസ്രായേലിന് ഒരു വീഴ്ച പറ്റി. ഇസ്രായേൽ ഒന്നും മനസ്സിലാക്കിയ കാര്യം ചൂട് എന്താന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവർക്ക് ഇനി നെൽക്കക്കളി ഇല്ലാതെ വരുമ്പോൾ ഇറാൻ തകർക്കാൻ വേണ്ടി എന്താ ചെയ്തല്ലോ, ഷിഹാ സുന്നി വിഷയം എടുത്തിടും. അവിടെ അങ്ങനെ ഷിഹാ സുന്നി വിഷയം ഇറാനില്ല, കാരണം 95% ഷിഹാക്കളാണ്, സുന്നികൾ അവിടെ പ്രസക്തമേ അല്ല. പിന്നെയും ഉണ്ട് ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾ നമ്മൾ തകർക്കാൻ വേണ്ടി സുന്നി ഷിയ കൾച്ചറും അതിലറിഞ്ഞോ അറിയാതെയോ വിഡ്ഢികളായ കാക്കാന്മാരെ നിങ്ങൾ ഇറക്കരുത്. അത് പ്രത്യേകം പറയണത്. വിഡ്ഢികളായ നിങ്ങൾ പെട്ടികളാക്കാൻ പറയോ? അമേരിക്കക്ക് കീഴ്പ്പെട്ട് കപ്പം കൊടുത്ത് അവൻ്റെ തണലിൽ വളരുന്ന ഒരു വിഭാഗം സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളാണ് ലോകത്തുള്ളത്. ഷിഹാ സുന്നി ചില വ്യത്യാസമുണ്ട്, അതൊക്കെ ഞാൻ അതിനൊക്കെ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ നീതിക്ക് വേണ്ടിയാണ്. ഇവിടെ നീതി എവിടെയാണ്? നിഷ്പക്ഷ ചിന്തിച്ചാൽ ഇസ്രായേൽ പലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞു മക്കളെ കൊല്ലുന്നത് നീതിയാണോ? അവർ അവൻ്റെ സ്വന്തം രാജ്യത്ത് അധിനിവേശം നടത്തി അവർ പിന്നീട് സിയോണിസ്റ്റുകൾ ഈ യഹൂദന്മാരല്ലേ. എന്നിട്ട് അവർ പലസ്തീൻ ആദ്യം എന്താണ് ഇസ്രായേലിന് അല്ലെങ്കിൽ പലസ്തീൻ അതായത് ഇത് കേൾക്കുന്ന സംഖ്യകളും ക്രിസ്ത്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറയാണ്. പിന്നെ സംഖ്യ പരിപാലക മനസ്സിലാക്കട്ടെ. ആദ്യമേ രൂപീകരിച്ച സമയത്ത് പലസ്തീന് ഉള്ളിലായിരുന്നു ഇസ്രായേൽ. നിങ്ങൾ അർത്ഥം വ്യത്യാസം വേണം. ഞാൻ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ ഞാൻ വാക്കുകൾ വാചകവും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രൂപീകരിച്ച സമയത്ത് ലെബനോൺ അല്ലെങ്കിൽ പലസ്തീൻ അകത്തായിരുന്നു ഇസ്രായേൽ. ചിത്രം നോക്കൂ, ഭൂപടം നോക്കൂ. അത് 48 പോയിട്ട് എത്രയും വർഷമായി. ഇപ്പം ഇത്ര 48 പോയിട്ട് 52 1077 വർഷം, 77 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനകത്തായി പലസ്തീൻ. വിഡ്ഢിക്കോമിൽ, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ വിഡ്ഢിക്കോമിലുകളെ നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ ഈ പറഞ്ഞത്. എന്നൊരു കുറ്റം പലസ്തീനാണ്. വാസ്തവത്തിൽ പലസ്തീൻ അന്ന് ഇസ്രായേൽ ആക്രമിച്ചത് അത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഈ ഇറാൻ്റെ ഇത്രയൊക്കെ സന്നാഹം പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ലെബനോൺ ഇസ്ലാമിനെ പലസ്തീനെ ഈ വിളിക്കാതെ പിടിച്ചു നിർത്താൻ പറ്റും. അവർ തുറന്നു കൊടുത്താണ്. അവർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഓഫായിരുന്നു. കമ്മ്യൂണിക്കേഷൻ റൂമൊക്കെ തുറന്നു കിടക്കായിരുന്നു. അപ്പോൾ അവർ കഴുത്തി വിട്ടാണ് അവർ ആക്രമിക്കാൻ വേണ്ടി, ഇത് അവർക്ക് ആകാൻ വേണ്ടി, കയ്യേറാൻ വേണ്ടി. അതാണ് മറ്റേ ന്യൂയോർക്കിലെ മറ്റേ കെട്ടിടം തകർത്ത് കളഞ്ഞൊക്കെ. അങ്ങനെയാണ് സത്യം. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നീതി വേണ്ട. അതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അവിടെ പിന്നെ എന്താണ് സിയാക്കളായാലും ആരായാലും അവിടെ നമ്മൾ മതമല്ലെന്ന് പറയും. അവിടെ ന്യായം, സത്യമായ പക്ഷ. ആ സത്യത്തിൻ്റെ പക്ഷത്താണ് മുസ്ലിം നിൽക്കാവുള്ളൂ. അല്ല മുസ്ലിം ആയി പോയി എന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യമായതൊരു സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറയില്ല. സത്യമുണ്ടോ, സത്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. സത്യം ഇല്ലെങ്കിൽ മുസ്ലിം രാജ്യമായാണെങ്കിൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുസ്ലിം സപ്പോർട്ട് ഇന്ത്യക്കാരായില്ല പറയാം, ലോക മുസ്ലിങ്ങളായിട്ട് പറഞ്ഞത്. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ സപ്പോർട്ട് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ
ഒരു സത്യമുണ്ട് അവിടെ ഇസ്രായേൽ നടത്ത കാര്യത്തിൽ ഇറാൻ കാണിച്ച സത്യമുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരമായ രീതിയിൽ ഇസ്രായേൽ ലെബനോനിൽ അല്ലെങ്കിൽ പലസ്തീനിൽ കുട്ടികളെ കൊന്നിട്ടൊന്നും ഇത്രയും ആയുധ സന്നാഹം ഉണ്ടായിരുന്ന ഇറാൻ ഇടപെട്ടില്ല. അവർ ചെറിയ രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ അവരെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് അവർ ഇത്. ഇപ്പോൾ വിദേശകാര്യ പിന്നെ സെക്രട്ടറി കഴിയുന്ന ഒരു ആൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞല്ലോ ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ ഒരു ഭാഗം പോലും ഉപയോഗിച്ചിട്ടില്ല, ബാക്കി മുഴുവൻ സ്റ്റോക്കാണ്. എൻ്റെ 20,000 മറ്റേ മിസൈൽ സ്റ്റോക്കാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതിന് പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ അതും വേണ്ടപ്പെട്ട ആയുധങ്ങളും പുതിയ പുതിയ ആയുധങ്ങളൊന്നും അവരെടുത്തിട്ടില്ല. അങ്ങനെ എടുത്ത് തകർത്തപ്പോൾ ഇവിടെ സംഖ്യകൾക്ക് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു പോറിലും പറ്റില്ല. ചിത്രം നോക്കി അവിടെ ഒന്നുമില്ല. അവരെ നെറ്റിൻ്റെ നിലവിളിക്കുകയാണ്, ആകെ തകർന്നിട്ട് അവിടെ പിരിവിട്ടുണ്ട് ഒന്നും ഇല്ലെന്നാണ്. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ നീതിയുണ്ട്. അതിന് കൊണ്ട് നിങ്ങൾ അവിടെ ഷിയായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഇറാന് സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ ഗവൺമെൻറ് ഏതാണ് അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇന്ത്യയിലെ ഗവൺമെൻറ് പിന്നെ ഒരു രാഷ്ട്ര നിലയിൽ ഇസ്രായേലിനെ അന്ധമായിട്ട് എതിർക്കുന്നുമില്ല, പക്ഷെ ഇറാനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 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 രാജ്യം ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വ്യക്തി പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാം, അത് മറക്കരുത്. ഇപ്പം ന്യൂയോർക്കിൽ മാത്രമല്ല ലോകത്ത് ആകമാനം മാറ്റം വന്നിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് തകർന്നയുടെ വക്കത്താണ്. അത് ഇപ്പോൾ എലോൺ മസ്ക് കൂടി വന്നതോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വം തകരും. എലോൺ മസ്ക് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകണമെന്നുണ്ട് അദ്ദേഹത്തിന് പേരിൽ, അമേരിക്കൻ പാർട്ടി കൊണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ലോക കോടീശ്വരനാണല്ലോ, അല്ല ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് എലോൺ മസ്ക്. ഏറ്റവും വലിയ ശക്തനാണ് നേതാവ്, ഒരു പ്രസിഡൻ്റാണ് അമേരിക്കൻ പ്രസിഡന്റ്, ഒരു ഭാഗ്യമായിട്ടെങ്കിലും. അപ്പം അങ്ങനെ രണ്ട് തമ്മിൽ കളിയാണ്. അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ തകരാൻ പോകുന്ന തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യത്തിലെ അനീതിയാണ് ചെയ്തത്. ലോകത്തെ പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ മനുഷ്യരെയും ഉഴുതു മറിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. പ്രകൃതി ഒന്നല്ലേ, സത്യം ഒന്നല്ലേ, ദൈവം ഒന്നല്ലേ, ദൈവം തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് നശിക്കുക. അതിൻ്റെയൊക്കെ മുന്നോടിയാണ് ഇപ്പം ഈ ന്യൂയോർക്കിലെ ഗവൺമെൻറ് ഒന്നാന്തര ക്രിസ്ത്യൻ രാജ്യം, ക്രിസ്ത്യൻ ആൾക്കാർ അവരാണ് വോട്ട് ചെയ്ത് അവരോട് അതിലെ 30,000 ചെറുപ്പക്കാർ, 30,000 യുവാക്കൾ, യുവജനങ്ങൾ 6 മാസത്തോളം ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി ജയിച്ച ആൾക്കൊരു വർക്ക് ചെയ്യാനുണ്ടായതാണ്. 25,000 വീടുകളിൽ അവർ കയറിയതാണ്. 25,000 വീടുകളിൽ 30,000 ആൾക്കാർ, 25,000 വീട്. അപ്പോൾ ഒരാൾക്കൊരു വീട് വെച്ചാണ്. പക്ഷെ അപ്പോൾ 5-6 പേരൊക്കെ പോകുമ്പോൾ 5-6 പേര് കൂടെ പോകുമ്പോൾ അവർ 5-6 വീട് കയറും. അങ്ങനെയാണ് ഏകദേശം ഒരാൾക്കൊരു വീട് വെച്ച്. അങ്ങനെ ബോധവൽക്കരണം ചെയ്താണ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ അതൊക്കെയാണ് അവിടെ കത്തോലിക്ക സഭയും മറ്റ് സഭയൊക്കെ ചേർന്നിട്ട് അത് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ എത്ര പേരുണ്ടാവും, അവർ സഹകരിച്ചിട്ട് ഇവർ തോൽപ്പിക്കാൻ പോകണമെന്നൊക്കെ തീരുമാനിക്കും. തോൽക്കട്ടെ, എന്താ വോട്ട് കൂടുതലോട്ടും ജയിക്കും, എല്ലാം തോൽക്കും, നമുക്കതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ പറയുമ്പോൾ നീതി വേണം, യുക്തി വേണം, തന്ത്രം വേണം, നയം വേണം. അതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഇസ്ലാമിനെ ലോകത്ത് എതിർക്കുന്നതിൻ്റെ അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് പറഞ്ഞത് ഏറ്റവും തെളിവാണ് ഈ PC ജോർജ് എന്ന മഹാൻ, ലോക മഹാൻ, ഇന്ത്യ പാകിസ്ഥാൻ കളിയിൽ പാകിസ്ഥാൻ തോൽക്കുമ്പോൾ അള്ളാഹു അക്ബർ വിളിച്ചു വന്നത്. അതിൻ്റെ സത്യം എന്താണ്? ഇതുപോലെയാണ് ലോകത്ത് എല്ലാ കാര്യങ്ങളിലും മുസ്ലിം തകർത്തുകൊണ്ടിരിക്കുന്നതും കുറ്റപ്പെടുത്തിക്കുന്നതും. സത്യമായിട്ട് ബന്ധമില്ല. പക്ഷെ അത് പ്രചാരം കൂടുന്നു. ഞാൻ പറഞ്ഞു $100 കോടി പരസ്യം കൊടുക്കേണ്ട പുകവലി പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം എന്ത് ചെയ്യും? 1000 കോടി രൂപ കൊടുക്കുന്ന പുക വലിക്കാൻ പറഞ്ഞാൽ അതുകൊണ്ട് ആ പരസ്യത്തിനുള്ളിൽ ഈ 100 കോടി പരസ്യം കാണാതെ പോകുന്നു. അതുപോലെ ഈ ഇങ്ങനെയുള്ള സത്യത്തിൻ്റെ അന്യായത്തിൻ്റെയും അനീതിയുടെയും വിപുലമായി നടക്കുന്ന ഈ സത്യം അറിയുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുക, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങൾ ഒരു ജാതിക്കും വേണ്ടി പ്രതി നിൽക്കേണ്ട, ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രതി നിൽക്കേണ്ട, നീതിക്ക് വേണ്ടി നിൽക്കുക. ആ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ല ഞാനൊരു മുസ്ലിം ആളായിട്ട് സംസാരിക്കുകയല്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ജോർജിൻ്റെ ഈ പറഞ്ഞ അള്ളാഹു അക്ബറും അതിന് അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതാണ്
പെടുത്തിയിരിക്കുന്നത് ലോകത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇതൊക്കെ 3 സഭ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. എന്താ പറയുക, ഒന്ന് 4 കോടി രൂപയുടെ സ്വത്തുണ്ടായ തമിഴിലെ ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ അതിനെ മുഴുവൻ അവിടുത്തെ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. മക്കളും ഭാര്യ തമ്മിൽ തരും. ഭാര്യ പിണങ്ങി ഒറ്റക്ക് താമസിക്കുകയാണ്. ഇപ്പം മക്കളും കല്യാണം കഴിച്ചുവിട്ട് മക്കൾ അന്വേഷിക്കുന്നില്ല, സ്വത്ത് വേണം. അങ്ങ് തർക്കം മൂത്ത് അതുകൊണ്ട് അമ്പലക്കുറ്റിയിലിട്ട്. ഇപ്പോൾ അമ്പലക്കുറ്റി തുറന്നപ്പോൾ എടുക്കാൻ വേണ്ടി മക്കൾ ചെന്നപ്പോൾ അവർ പറയാണ് അമ്പലക്കുറ്റിയിൽ ഭണ്ടായത്ത് വീടൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. അതൊരു കാര്യം. ഇപ്പോൾ സ്വത്തില്ലാത്തതാണോ? മറ്റൊന്ന് 100 പവൻ അവിടം 10-70 ലക്ഷം രൂപയുടെ വലിയ കാറ് കൊടുത്ത് ഒരു പെൺകുട്ടി വാങ്ങിച്ചിട്ട് 3 എന്നിട്ട് വീട്ടിൽ ശല്യം കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്ത്. ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ. പണമാണ് ഇപ്പോൾ പ്രശ്നം, പണം ഇല്ലാത്തതാണ് പ്രശ്നം അല്ല. മറ്റൊരു കാര്യം പറയാം 96.6 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടിയിൽ നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടില്ല, വഴക്കുണ്ടാക്കി ആ കുട്ടിയെ തല്ലിക്കൊരോ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എവിടെ എത്തി മനുഷ്യർ? ഇവർക്കത് ചിന്തയില്ലേ? 2 ജീവിതമുണ്ട് ഈ ലോകത്ത് ഒരു ജീവിതമുള്ളൂ. മറ്റൊരു ജീവിതം ലോകമൊന്നും ആരും പറയുന്നില്ല. ഒക്കെ ഭാവന ഊഹാഭൂവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന മക്കളെ അല്ലെങ്കിൽ അച്ഛന്മാരെ നിങ്ങൾ നോക്കിയാൽ പ്രായമായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മക്കൾ ജീവിക്കാൻ അനുവദിക്കുക. മക്കൾ എന്നോട് ഒപ്പം കഴിഞ്ഞാൽ ആ മക്കൾ അച്ഛനെയും അമ്മമാരും ജീവിക്കാൻ അനുവദിക്കുക. 2 പരസ്പര പൂരിതമാണ്. അല്ലാതെ അച്ഛനെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ മക്കളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മക്കൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യണം, അച്ഛൻ മക്കളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തതിലേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല ആരായാലും. അതാണ് കാര്യം. നമ്മൾ കേരള രാഷ്ട്രീയത്തിലാണ് വരുന്നത്. വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി ആകണമെന്നില്ല, മറ്റാരും ആയിക്കോട്ടെ കുഴപ്പമില്ലാന്ന്. പക്ഷെ അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ സമുദായത്തിൽ നിന്ന് നമ്മളെ 1 കോടിയിൽ പരം മുസ്ലിങ്ങൾ പാർട്ടി ഇല്ലാത്ത ആൾക്കാർ കേരളത്തിലും, ബാക്കിയുള്ളത് 30 ലക്ഷത്തോളം ലീഗിലും ഒരു 10 ലക്ഷം LDFിലും ബാക്കി 1 കോടി ഇങ്ങനെ പുറത്തുമാണ്. അവരിൽ നിന്ന് ആയിരക്കണക്കിന് കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് മുസ്ലിം കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കൂടാ? അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇന്ന് മുതൽ പറയാണ് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആകണം, അല്ല എല്ലാ അർഹതയുണ്ട്. ഇത് പറയാൻ കാരണമല്ലോ, ശശി തരൂർ പേടിപ്പിക്കാണ്ട് കുറേ നാളെ പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പോവും നിന്നെ വിടൂല എന്ന് കോൺഗ്രസ്. ശശി തരൂർ പോയാൽ എന്ത്, നിന്നാൽ എന്തിടൂ? ഇത് രമേശ് തന്നെ മുഴുവൻ നായർ വിഭാഗം കോൺഗ്രസ് വിട്ട് പോയിരിക്കുക. കേരളത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ത് സംഭവിക്കുമെന്ന് ആകെ ഉള്ള 9% ഉള്ള നായർ വിഭാഗത്തിൽ 70% അനുകൂലം ഈ BJP കൊടുക്കണം. അവർ വോട്ട് ചെയ്യുന്നത്, സാമ്പത്തിക സാഹചര്യം എല്ലാം ചെയ്യുന്നത്, മെമ്പറും അതെ. പിന്നെ എന്ത് കിട്ടാൻ അവിടുന്ന്? നമ്മൾ 110 നായർ വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ട് UDFന് കിട്ടുന്നുള്ളൂ. പിന്നെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മറ്റു പോയാലെന്താ? എന്നിട്ട് അവരും വളരെ അവകാശപ്പെട്ടവർ മുഖ്യമന്ത്രി ഞങ്ങളാകണം. മുഖ്യമന്ത്രി കീ പോയിന്റ് നായർക്ക് കൊടുക്കുന്ന NSAയോട് പറയിപ്പിച്ചിട്ട് പേരാണ് രമേശ് ഇപ്പോൾ പൂജ്യത്തിൽ കിടക്കുന്നത്. എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന സതീശനോട് പറയാണ്, സതീശൻജി നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ എല്ലാം ആകാം, നിങ്ങൾ തന്നെ കൊണ്ട് പറയാൻ കാരണം നിങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയുണ്ട് നോക്കണം. വെറുതെ തമാശ തൊഴിലാളിക്കരുത്, നോക്കണം. തന്നെയല്ല ഇപ്പോൾ ഈ BJP തകർച്ച ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിപ്പോൾ എത്ര ശരിയാന്ന് നോക്കി. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞാണ്. ഇപ്പോൾ അവർ അടി തുടങ്ങി മാത്രമല്ല 30, 40, 50 വർഷക്കാലം പാടുപെട്ട് വളർത്തിയത് ഈ പ്രസ്ഥാനമാണ് ഇവിടുത്തെ BJPയുടെ പ്രവർത്തകർ. എനിക്കറിയാവുന്ന 100 ആൾക്കാരുണ്ട് പട്ടിണി കിടന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകൂലാന്ന് ചോദിച്ച് ഉള്ള പൈസ കയ്യിൽ നിന്നെടുത്ത് ചിലവാക്കി പ്രവർത്തിച്ചാണ്. നിങ്ങൾക്കറിയോ രാമപിള്ളയും ആരാരും ഒക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായത്. ആരാരും ചേട്ടൻ മരിച്ചു, രാമപിള്ള ഇപ്പോഴും ഉണ്ട് അല്ലെ പാർട്ടി BJPയിൽ. കാരണം അവർ രാമപിള്ള രാവിലെ 1-ാം തീയതി തിരുവനന്തപുരം തുടങ്ങും. ട്രെയിനിൽ പോയി അല്ലെങ്കിൽ 15 ദിവസമാകുമ്പോൾ അവിടെ ചെല്ലും. കാസർഗോഡിലും. അപ്പോൾ മാരാർ കാസർഗോഡ് തുടങ്ങും 1-ാം തീയതി. ആ ഒരു 10 ചോദിട്ടോ അങ്ങനെ മാറി യാത്ര ചെയ്ത് കൊണ്ടും കൊടുത്തും പട്ടിണി കിടന്നും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. അങ്ങനെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിൽ വന്ന ആൾക്കാരെ എല്ലാം മാറ്റിക്കൊണ്ട് ഇവിടുന്ന് വന്നൊരു കോടീശ്വരൻ
അല്ലെങ്കിൽ ഇവിടുന്ന് പോലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു പാർട്ടി ക്രിസ്ത്യാനി ഒക്കെ ഇത് മന്യായ സ്ഥാനം കൊടുത്താൽ എങ്ങനെ അവർ ഉൾക്കൊള്ളും, അവർ സഹിക്കാൻ പറ്റും? ഇപ്പൊ BJP വേറെ ലക്ഷ്യമുണ്ടല്ലോ, മെയിൻ ലക്ഷ്യമുണ്ട് കേരളത്തിൽ. അത് അടുത്ത പ്രാവശ്യം കൊണ്ട് പിണറായി വിജയന്റെ സഖാവിനെ അല്ലെങ്കിൽ LDF കയറ്റാന്നുള്ള. അതിനുവേണ്ടി പരമാവധി വോട്ട് 90% വോട്ടും LDF കേരളത്തിലെ 7 വോട്ട് 20%. പക്ഷെ അത് ഇപ്പോഴത്തെ കണ്ടി 95 എത്തിക്കുകയാണ് BJP ശ്രമിക്കുന്നത്. കാരണം പരമാവധി 7 വരെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തി, നായകേഷ് മാത്രമായി. അപ്പോൾ എന്തായാലും 7 വോട്ട് പരമാവധി പോകും. അപ്പോൾ 95% വോട്ടെങ്കിലും LDF കിട്ടട്ടെ എന്നുള്ളതാണ്. അങ്ങനെ LDF വരട്ടെന്നാണ് BJPയുടെ കണക്കുകൂടൽ. അത് വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നതല്ലേ, തർക്കമല്ലേ. അപ്പം അതുകൊണ്ട് 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ഒരു തെറ്റുമില്ല. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്. ഭയപ്പെടുത്താനല്ല, ധിക്കരിക്കാനല്ല, ഒന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് UDF ഒരു മുസ്ലിമിനെ കാണണം, കോൺഗ്രസ് തന്നെ മുസ്ലിമിനെ കാണണം. A or B. അപ്പോൾ ഈ 5 നായകേഴ്സ് തമ്മിൽ തർക്കം മാറും, ഭരണം കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ 5 നായകേഴ്സ് തമ്മിൽ തർക്കം ഉണ്ടാക്കി ഭരണം പോകും, വീണ്ടും LDFിലേക്ക് പോകും. UDF നശിക്കും, കോൺഗ്രസ് നശിക്കും, എല്ലാം നശിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് മൊയ്തീൻ ഷാ പാർട്ടിയും ആവശ്യപ്പെടുന്നത് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണമെന്ന് തന്നെയാണ്. കണക്കുകൾ ഉദ്ധരിച്ച പറഞ്ഞത്, ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ വർഗീയത കളിക്കൊന്നുമില്ല. രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ, രാജ്യം നമ്മുടെ മാതൃരാജ്യമാണെന്ന് അംഗീകരിച്ചും സ്നേഹിച്ചുകൊണ്ട് തന്നെ പറയാണ്, കേരളത്തിൽ കഴിഞ്ഞ 50-60 വർഷമായിട്ട് ഒരു KPCC പ്രസിഡന്റ് വഹിക്കാൻ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകരുതൽ. TU ബാവയ്ക്ക് ശേഷം, TU ബാവ എത്രയാണ്? 67-66 മറ്റാണ്. എത്ര വർഷമായി? 66, 70 ആണെങ്കിൽ 30, 55. അതായത് 60 വർഷമായിട്ട് 40% വരുന്ന മുസ്ലിങ്ങളുടെ കേരളത്തിൽ ഒരു KPCC പ്രസിഡന്റ് വഹിക്കാനായിട്ട് ഈ നട്ടില്ലാത്ത കോൺഗ്രസ്സുകാർ സമ്മതിച്ചിട്ടില്ല. അത് പറ്റില്ല. ഇനി അങ്ങനെ ഔദാര്യം വേണ്ട, ആവശ്യം ചോദിച്ചു വാങ്ങിക്കാണ്. അതിന് കഴിവുള്ള കോൺഗ്രസ് മുസ്ലിം നേതാക്കളില്ലെങ്കിൽ അവരൊക്കെ തട്ടിമാറ്റി വേറെ ആൾ വഹിക്കും. അത് വെല്ലുവിളിയൊന്നുമില്ല. നമ്മൾ ഇന്നലെ 3 സ്ഥാനം പറഞ്ഞു. ഏത് സ്ഥാനം വന്നാലും നക്കപ്പിച്ച ലീഗിന് കൊടുത്തുകൊണ്ട്, ലീഗ് ആ ഔദാര്യം പറ്റിക്കൊണ്ട് ഈ സമുദായത്തെ വിൽക്കായിരുന്നു ഇത്രയും കാലം ലീഗ്. അവരോ നശിച്ച് സമുദായത്തെ നശിപ്പിച്ചു. ഇനി അത് വേണ്ട. ഇനി സമുദായം നശിപ്പിക്കാൻ സമ്മതിക്കില്ല. എല്ലാ സമുദായങ്ങൾക്കും, ഒരു സമുദായം, എല്ലാ സമുദായങ്ങൾക്കും വളരാനും വികസിക്കാനും എല്ലാം അവസരമുണ്ട്, അവകാശമുണ്ട്. ആ നിലക്ക് പറയാണ് എല്ലാ സമുദായങ്ങൾക്കും, ക്രിസ്ത്യൻ സമുദായം, ഈഴ സമുദായം, പുലയ സമുദായം എന്ന് ഏത് സമുദായത്തിനും തുല്യമായിട്ട് അവൻ്റെ കഴിവനുസരിച്ച് വികസിക്കാനും വിജയിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിന് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾ തടസ്സം നിൽക്കുന്നത്. അവരൊട്ട് എടുക്കുകയില്ല, മുസ്ലിങ്ങൾ തൊടിയിക്കുകയില്ല. അവർ ഏതാണ് നക്കാപ്പിച്ച വാങ്ങി. കാരണം 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടാക്കി, മുഖത്ത് നോക്കി. എന്താണോ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ച് തെറ്റാണ്, ഞങ്ങൾ 8 മന്ത്രിസ്ഥാനം വരെ അവകാശമില്ലേ എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചു മുസ്ലിം ലീഗ് നേതാക്കൾ. അവർ ഓച്ചാച്ച് നിന്നല്ലേ അന്ന് ഉമ്മൻചാണ്ടി കൂടി ആ സമുദായത്തെ ലീഗിൽ നശിപ്പിച്ച് നാണം കെടുത്തത്. ഇനി അത് വേണ്ട. 5 മന്ത്രി കിട്ടിയപ്പോഴേക്കും എന്താണ് പറഞ്ഞത്? ഭയങ്കര കുഴപ്പമുണ്ടായിരുന്നു. ഈഴവൻ്റെ നേതാവ്, ഈഴവന്മാർ നായ നേതാവ് അനുവദിച്ചു. അതൊന്നും വേണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ വേണം. അത് LDF ആയാലും UDF ആയാലും. പക്ഷേ LDF നമ്മൾ കൂടുതൽ പറഞ്ഞില്ല. കാരണം ഈഴവൻ്റെ കാര്യം പറഞ്ഞില്ല. പരമാവധി വോട്ട് അവർക്കില്ല. അപ്പോൾ അതിൻ്റെ 10% വോട്ടാണ് മുസ്ലിങ്ങൾ കിട്ടത്തുള്ളൂ. അതിൽ 10% വോട്ടാണ്, താഴെ വോട്ടാണ് UDF കിട്ടുന്നുള്ളൂ. അപ്പോൾ രണ്ടും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് UDF കൊടുക്കാനും പറയാൻ പറ്റില്ല, LDF കൊടുക്കാനും പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആനുപാതികം മതി, റേഷൻ അനുസരിച്ച്. പക്ഷേ UDF തികച്ചും ഒരു മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുന്നിൽ നിർത്തിക്കൊണ്ട് കളിച്ചാൽ മാത്രമേ ഭരണം കിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കും, ആൾ കൊണ്ടുപോകും. പാലുള്ളി ഞാൻ നിർത്താൻ പാടും. പാലുള്ളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയായിട്ട് ഇടതുപക്ഷം മുന്നിൽ നിർത്തി കളിക്കുമ്പോൾ UDF കേൾക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള മക്കൾ നിങ്ങൾ കേൾക്കണം. UDF പ്രചരണ നോട്ടീസ് പോസ്റ്ററിൽ ഒരു മുസ്ലിം കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം പേര് വയ്ക്കാൻ പോലും ഇല്ല. പിന്നീട് തങ്ങളുടെ പേര് വയ്ക്കും, കുഞ്ഞാലിക്കുട്ടി വയ്ക്കും. അതൊരു വിഭാഗം വേറെ, 3-1 തങ്ങൾ. അന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട നേതാവോട് ചോദിച്ചു, സാർ എന്താണിത്? അപ്പോൾ ആ നേതാവ് പറഞ്ഞത് നല്ല മറുപടിയാണ്.
ഒന്നുകിൽ KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി, പിന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ഐക്യമുന്നണി നേതാവ്, ഇങ്ങനൊരു പേര് അത് ചേർക്കാൻ പറ്റുള്ളൂ. എന്താണ് സാർ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കാതിരുന്നത്? നിങ്ങൾ അസനെ ആൾക്കാരുമായിട്ട് വച്ച് കയറ്റിയിട്ട് അസനെ തകർത്തൽ നിങ്ങളില്ലേ? അസൻ ജാഥ അയച്ചു വരുമ്പോൾ എങ്ങനെയാണ് വഴക്ക് പറയുക, കാലിലൊടിക്കായത്? അതായത് ജാഥ അയച്ച് കാസർഗോഡ് വരുന്നു, തൃശ്ശൂർ വന്നപ്പോഴേ ഈ ഉമ്മൻചാണ്ടിയും മറ്റേ രമേശ് കൂടി ഡൽഹിക്ക് പറന്നു പുതിയ പ്രസിഡന്റ് വഹിക്കാൻ വേണ്ടി. ഒരു കാക്ക് ആദ്യമായിട്ട് വന്നതാണ്, അത് ടെമ്പററി ആയിട്ട് കയറിയതാണ്. അയാൾ വന്നപ്പോൾ അയാൾ KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയല്ലോ 1 മാസം കഴിഞ്ഞ് പ്രഖ്യാപിക്കാൻ. സാധാരണ പ്രസിഡന്റ് മരിക്കും മാറും, ഇതാ ഉടനെ അടുത്ത പ്രസിഡന്റ് ആവും. ഇതൊരു മാസം കഴിഞ്ഞാൽ തൽക്കാലമായിട്ട് ഇതേ വെച്ച് അയാൾ വാവളിയനായതുകൊണ്ട് അതൊക്കെ സമ്മതിച്ചു. അല്ലെങ്കിൽ അവിടെ വെച്ച് രാജിവെക്കട്ടെ. അവിടെ വെച്ച് അവർ രാജിവെച്ചിരുന്നെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ പാർക്കിൽ വീഴില്ലേ? അതിന് പുറകില്ലോട് 10% ജനങ്ങളിവിടെ കേരളത്തിൽ കാര്യം കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഷണ്ണനും മണ്ണനാണ്, അതൊന്നും കണ്ടിട്ടില്ല. ബുദ്ധിയുള്ള കഴിവുള്ള ആൾക്കാരോട്ട് ഞങ്ങൾ ലിസ്റ്റ് തരാം, പക്ഷെ ഞങ്ങൾ പറയില്ല നിങ്ങളാക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണമെന്ന് പറയും. ഓരോ സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി, അതിലൊന്നും ഒരു മുസ്ലിം നിയമങ്ങൾ കയറി വരുന്നില്ല. 50 സ്ഥാനാർത്ഥികൾക്ക് മൊത്തം കോൺഗ്രസ് കൊടുക്കണം, UDF 50 പേർക്ക്. അത് ലീഗിന് 10-15 കൊടുത്ത ബാക്കിയുള്ള 25-30 അല്ലെങ്കിൽ 30 സീറ്റോ കൊടുത്തിരിക്കണം. അത് ജയിക്കേണ്ട സ്ഥലത്ത് ഇപ്പം കൊടുത്ത എല്ലാം നുള്ളിൽ പറിക്കുമ്പോഴിപ്പോൾ ഞാൻ ഒരു കാര്യം പറിക്കുമ്പോൾ 20 മണ്ഡലത്തിൽ അവസാനം വന്നപ്പോഴല്ലോ ഒരു സീറ്റിൽ തിരികെ കയറ്റേണ്ടി വന്നു. അത് വടകരെ കൊണ്ട്. ഇനി ആ കാലം വേണ്ടെന്ന് പറഞ്ഞാൽ ഇനി അത് സമ്മതിക്കില്ല. തുല്യനീതി, വേറെ ഒരു കുഴപ്പമില്ല. സോഷ്യൽ ജസ്റ്റിസ്, തുല്യനീതി, എല്ലാവർക്കും നീതി ലഭിക്കണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.